വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ തിരച്ചിൽ 5ാം നാളായ ഇന്ന് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ഇനി 200-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട്. 338 പേർ ഇതുവരെ മരിച്ചതായി കണക്കുകളുണ്ട്. ഇനി കണ്ടെത്താനുള്ളത് 200-ലധികം ആളുകളെയാണ്. തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, 5ാം ദിനത്തിലേക്ക് തിരച്ചിൽ കടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 200-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്നത്തെ തിരച്ചിലിൻ്റെ രീതി എങ്ങനെയായിരിക്കും? തീർച്ചയായും നിഖിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ തന്നെ ഊർജിതമായ തെരച്ചിൽ ഇന്നും തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 6 വിഭാഗങ്ങളായി തിരിഞ്ഞായിരുന്നു തെരച്ചിൽ ആരംഭിച്ചിരുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഇവിടെ നമുക്ക് കാണാമായിരുന്നു. പ്രതികൂലമായ ചില കാലാവസ്ഥകൾ ഉണ്ടായിരുന്നു. മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ പ്രദേശത്ത് മിലിറ്ററി ഓഫീസേഴ്സൊക്കെ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, പോലീസ് കൂടുതൽ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഇവിടെയുള്ള ഗതാഗതമടക്കം അല്ലെങ്കിൽ ഈ പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന്റെ നിയന്ത്രണമടക്കം പോലീസ് ഇപ്പോൾ രാവിലെ തന്നെ വന്ന് ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് നമുക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മിലിറ്ററിയുടെ മാത്രം നേതൃത്വത്തിൽ നടന്നിരുന്ന റെസ്ക്യൂ പ്രവർത്തനം അല്ലെങ്കിൽ അത്തരത്തിൽ നടന്നിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് പോലീസ് കൂടി വ്യാപകമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസ് കൂടി ഇതിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അത്തരത്തിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പുഞ്ചിരിമട്ടത്തത്രം അടക്കം നമ്മൾ പോയിരുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ മുണ്ടക്കൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. മണ്ണും ചെളിയും അടിഞ്ഞ് അത്തരത്തിൽ ഈ വീടുകളുടെ മുകളിലേക്കൊക്കെ വീണ് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് കൂടുതൽ ഊർജിതമാക്കിയതുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം റഡാർ സിഗ്നലിൽ നമുക്ക് ഒരു ജീവന്റെ തുടിപ്പുണ്ടെന്നുള്ള ഒരു അറിയിപ്പ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 തവണ ഇത്തരത്തിൽ റഡാറിൽ ജീവന്റെ തുടിപ്പ് കാണുവാനും സാധിച്ചു. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയോടെയാണ് പിന്നീട് ഈ മേഖലകളിൽ രാത്രിയോടുകൂടിയും തെരച്ചിൽ ആരംഭിച്ചത്. അതായത് സൈന്യമൊക്കെ ഈ ഒരു സ്ഥലത്തു നിന്നും പിൻവാങ്ങിയിരുന്നു. തുടർന്ന് വീണ്ടും തിരിച്ചെത്തി. ഇത്തരത്തിൽ റഡാർ സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു ജീവൻ അവിടെ ഉണ്ടെങ്കിൽ ആ ജീവൻ രക്ഷിക്കുക തന്നെ വേണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീണ്ടും ഇവിടേക്ക് എത്തുകയും പാതിരാത്രി ആയപ്പോഴും ഈ രക്ഷാപ്രവർത്തനം തുടരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെരച്ചിൽ തുടരുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ എവിടെയും ഒരു തരിമ്പ് ജീവൻ പോലും ലഭിച്ചില്ല എന്നുള്ള ഒരു സങ്കടകരമായ കാഴ്ചയുമുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു വ്യക്തി ചേരുന്നുണ്ട്. അതായത് സ്ഥിരമായി തന്നെ ഒരു ആദ്യ ദിവസങ്ങളിൽ തന്നെ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോയ നമ്മളോട് കാര്യങ്ങളൊക്കെ എപ്പോഴും പങ്കുവെക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഇന്നത്തെ കഴിഞ്ഞ ദിവസം ഇത്തിരി റഡാറിൽ നമുക്ക് സിഗ്നലുകളൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഏത് രീതിയിലാണ്? മിലിറ്ററി സൈഡിൽ നിന്ന് ആർമി സൈഡിൽ നിന്ന് പറയുന്നത് അവർ ഇതുവരെ ചെക്ക് ചെയ്തതിനും ഇനിയും അവിടെ ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഓക്സിജൻ ലെവൽ മെഷറിങ് കിട്ടുന്ന ഡ്രോൺ ഉണ്ട്. ആ ഡ്രോണിൽ വല്ലതും മണ്ണിനകത്ത് അകപ്പെട്ടിട്ട് ആളുകളുണ്ടോ എന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രോൺ വെച്ചിട്ടും പറയാം. പിന്നെ JCB ഉപയോഗിച്ചിട്ടും ഇന്നലെ വരെ നമ്മൾ മാൻ പവർ മാത്രം യൂസ് ചെയ്ത സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. ഏറ്റവും ടോപ്പിൽ ഇതിൻ്റെ ഉത്ഭവ സ്ഥലത്തേക്കാണ് ഇന്ന് പോക്ക്. ഇന്ന് നമുക്ക് ഇങ്ങനെ ജീവൻ ഉണ്ടെന്നുള്ളതൊക്കെ പ്രതീക്ഷിക്കാം. ഇന്ന് ജീവനുള്ളതെന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി വളരെ കുറവാണ്. നമ്മൾ വെറുതെ ഒരു ഫോൺ ന്യൂസ് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വാഷ് ഔട്ട് ചെയ്ത ഒരു ഏരിയ, വീടുകൾ പൂർണ്ണമായിട്ട് വാഷ് ഔട്ട ഭാഗം പകുതി വാഷ് ഔട്ട് ചെയ്ത ഭാഗങ്ങളാണ് അവിടെ ഇന്ന് പോകാൻ പോകുന്നത്, ടോപ്പിലേക്ക് പോകുന്നത്. അത് പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രഭവ സ്ഥലത്തേക്ക് പോകുന്നത് ഇന്ന് അത്തരം ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇന്നലെ വരെ അവിടെ പോയിട്ട് മാൻ പവർ ഉപയോഗിച്ചിട്ട് കല്ലുകളും മണ്ണുകളും ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. മരങ്ങളൊക്കെ മാറ്റാനൊന്നും JCB ഇന്ന് സാർ പറഞ്ഞിട്ടുള്ളത് വാഹനം വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് 2 ചെറിയ JCBയും വലിയ JCBയും പിന്നെ ഈ NDRFിൻ്റെ ടീമും അങ്ങോട്ട് വിടുന്നുണ്ട്. ആ ഭാഗത്താണ് ഇന്നത്തെ തെരച്ചിൽ നടത്തുന്നത്. തീർച്ചയായും ഈ പ്രദേശത്തെ കൂടുതൽ അറിയുന്ന ആളെന്നുള്ള നിലയ്ക്ക് അവിടെയുള്ള രക്ഷാപ്രവർത്തനം ഏത് തരത്തിലായിരിക്കും? പുഞ്ചിരിമട്ടത്തിന് മുകളിൽ, അതായത് ഈ ഒരു പ്രഭവ കേന്ദ്രത്തിന് അടുത്തുള്ള രക്ഷാപ്രവർത്തനം വലിയ ദുസ്സഹമാകുന്ന സാഹചര്യമുണ്ട്. ദുസ്സഹമാകുന്ന സാഹചര്യം മഴയില്ലെങ്കിൽ നമുക്ക് നല്ല ദിവസമായിട്ട് മാറും. മഴ ഉണ്ടാവുകയാണെങ്കിൽ ആ മോൾ ഭാഗത്തേക്ക് പോകുന്ന വളരെയധികം ദുഷ്കരമാകും. നമുക്ക് ഇന്ന് പോകേണ്ട ഭാഗം ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം ഈ 25-30 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായത്. അതേ സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് ഇതിൻ്റെതായ പ്രഭവസ്ഥലം കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് ദൂരമുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ. ഇവിടുന്ന് നടന്നു പോകുന്നത് അല്ല. ഇന്ന് ഒരു ഭാഗത്തേക്ക്
ഈ വാഹനം ഉപയോഗിച്ച് ബ്രിഡ്ജ് ശരിയായതുകൊണ്ട് വാഹനം ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. അവിടുന്ന് പിന്നെ നടന്ന് പോകണം. ഒരു കിലോമീറ്ററിലധികം 1.5 കിലോമീറ്ററിലധികം നടക്കണം പിന്നെ വീണ്ടും. കഴിഞ്ഞ ദിവസം റഡാറിൽ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പം അത്തരത്തിൽ ഏത് സ്ഥലങ്ങളിലാണ്, നിങ്ങൾക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാമല്ലോ, അപ്പം ഏത് സ്ഥലങ്ങളിലാണ് കൂടുതൽ വീടുകളുള്ളത്? അതായത് ഈ പുഞ്ചിരിമട്ടത്താണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുണ്ടക്കൈയിലാണോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏത് സ്ഥലങ്ങളിലാണ് കൂടുതൽ വീടുകളുള്ളത്? എവിടെയാണ് കൂടുതൽ ആളുകൾ ഉണ്ടാവാൻ സാധ്യത? അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ വീടുകളൊക്കെ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ന് തിരയാൻ ബാക്കി ഇന്ന് നമ്മൾ പോകുന്ന ഫോഴ്സ് മുഴുവനും മുകളിലേക്ക് പോകുന്നത് പുഞ്ചിരിമഠത്തിൻ്റെ ഏറ്റവും പ്രഭവ സ്ഥലത്തേക്കാണ് പോകുന്നത്. പ്രഭവ സ്ഥലത്തിന് 1 കിലോമീറ്ററിനടുത്ത സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ട് കുറേ വീടുകളുണ്ട്. അതിൻ്റെ റോഡ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. നമ്മൾ പഞ്ചായത്ത് നിർമ്മിച്ച റോഡ് ആ ഭാഗത്തേക്ക് ആ മോൾ ഭാഗം വരെ ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും മുകളിൽ ട്രൈബ് പീപ്പിൾ താമസിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് വരെ നമ്മൾ ഗവൺമെൻറ് സർക്കാർ റോഡ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്, വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള 4 പേരെ ജീവനോടെ കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ കാട്ടിൽ ഇന്നലെ ഒളിച്ചവരായിരുന്നു. അവർ സത്യത്തിൽ അതിൽ 2 പേരെ നമ്മൾ ഇനിയും കിട്ടാനുണ്ട്. അവരുടെ കൂട്ടത്തിൽ കാട്ടിലേക്ക് കയറിപ്പോയതാണ്. കാട്ടിലേക്ക് കയറിപ്പോയാൽ അവർ ഇനിയും തിരിച്ചു വരാൻ 2 പേരുണ്ട് അവിടെ ബാക്കി. അപ്പോൾ ആ ഭാഗം വരെ നമ്മൾ ഇന്ന് പോകും. തീർച്ചയായും ആദ്യത്തെ ദിവസം തന്നെ ഇത്തരത്തിൽ സൈന്യത്തിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിനുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് കോപ്പുകൂട്ടുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? ഇവിടുത്തെ നാട്ടുകാരടക്കം ഇവിടെ ഇറങ്ങി നാട്ടുകാരുടെ ഈ സൈന്യത്തിൻ്റെ കൂടെ കൂടുന്ന സാഹചര്യമല്ലേ കണ്ടത്? അതെ, തീർച്ചയായും സൈന്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ, സൈന്യത്തിന് ഈ കാര്യത്തിൽ നമ്മൾ എത്ര സല്യൂട്ട് ചെയ്താലും മതിയാവില്ല. അത്രയും സംഭാവനയാണ് അവർ 24 മണിക്കൂറും ഉറങ്ങാതെ ഉറക്കൊഴിച്ചുകൊണ്ടാണ് ഇവിടെ ബ്രിഡ്ജിൻ്റെയൊക്കെ വർക്ക് തീർത്തത്. ഇപ്പം മുകളിലേക്കും ഇന്നും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഒരു 16-17 മണിക്കൂർ അവർ സ്ഥിരമായി ഇവിടെ വന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ആളുകളും സൈന്യത്തിന് പ്രത്യേകിച്ച് നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട് സല്യൂട്ട് ചെയ്യേണ്ടതാണ്. തീർച്ചയായും ഇത്തരത്തിൽ തന്നെ നമുക്ക് ഇനിയും വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. എല്ലാ ദിവസവും നമുക്ക് തരുന്ന പോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകേണ്ടതുണ്ട്. തീർച്ചയായും കൂടുതൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അത്തരത്തിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. പുഞ്ചിരിമട്ടം മേഖലയിൽ എത്തുക എന്ന് പറയുന്നത് വലിയ ദുസ്സഹമാണ്. പുഞ്ചിരിമട്ടത്തിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള ഒരു ആളുകളൊക്കെ എത്തിപ്പെടുക എന്നുള്ള പറയുന്നത് വലിയ ദുസ്സഹമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ആർമി അടക്കമുള്ള സംഘങ്ങൾ ഇപ്പോൾ എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആർമി ഇവിടെ എത്തിയിരിക്കുന്നു. തെരച്ചിൽ തുടരുവാനുള്ള സമയമായിരിക്കുന്നു. ഇത്തരത്തിൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് ആർമി പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. മൺവെട്ടിയും അതുപോലെ തന്നെ കയറും എല്ലാം ഉപയോഗിച്ച് സൈന്യത്തിന്റെ സംഘം പോകുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസത്തെ പോലെ 6 ഭാഗങ്ങളായി തിരിഞ്ഞാണ് ഇന്നും രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല സ്റ്റിപ്പൻ ഡോഗ് അടക്കമുള്ളവർ ഈ സൈന്യത്തിന്റെ കൂടെയുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, പോലീസ് ഇവിടെയുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം. പോലീസും മിലിറ്ററിയും അവർ 2 പേരും ഒരുപോലെ നിന്നുകൊണ്ട് ഒരുപോലെ ഈ ഒരു ഏകോപനം നടത്തുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇരു ഫോഴ്സുകളും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തെ നോക്കിക്കാണുന്നു. മാത്രമല്ല ഈ ബെയിലി പാലത്തിലൂടെയാണ് ഇപ്പോൾ എല്ലാ ഗതാഗതവും അല്ലെങ്കിൽ മനുഷ്യർ നടക്കുന്നതും ഇതിലൂടെ തന്നെയാണ്. അത്തരത്തിൽ കൂടുതൽ ആളുകളെ അങ്ങോട്ട് കടത്തുമ്പോൾ നമ്മളോടടക്കം കൃത്യമായി പേര് വിവരങ്ങൾ ചോദിച്ച് എത്ര പേരുണ്ട്, കൂടെ എത്ര പേരുണ്ട് എന്നുള്ളതടക്കം ചോദിച്ചതിന് ശേഷമാണ് അക്കരയ്ക്ക് കടത്തുന്നത്. അത്തരത്തിൽ തികച്ചും വലിയ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒക്കെ നോക്കിക്കൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ റഡാറിൽ ഇത്തരത്തിൽ ഒരു സിഗ്നൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 സിഗ്നൽ നമുക്ക് അനുകൂലമായി ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് അവിടെ പരിശോധന നടത്തിയ ശേഷം ഇവിടെ മറ്റ് ജീവനോടെ ഉള്ള ഒരു വസ്തുവും ഇല്ല എന്നുള്ളത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ റഡാറിൻ്റെ ഒരു മൈനസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏത് ജീവനുണ്ടെങ്കിലും, അതായത് അത് മൃഗങ്ങളുടേതാകാം അല്ലെങ്കിൽ ചെറു ജീവികളുടേതാകാം ഉരുകങ്ങളുടേതാകാം. അപ്പോൾ അത്തരത്തിലുള്ള ജീവികളുടേതടക്കമുള്ള ഈ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ശ്വാസോച്ഛ്വാസം ഇത് ഈ റഡാറിൽ കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണെങ്കിൽ ഈ ഒരു മനുഷ്യ സാന്നിധ്യം മാത്രം കണ്ടെത്തുക എന്ന് പറയുന്നത് അത് അത്ര വലിയ പോസിബിൾ അല്ല. ചിലപ്പോൾ അത് കണ്ടെത്തുന്നത് മനുഷ്യരുടെ ഈ ഒരു ശ്വാസോച്ഛ്വാസം ആയിരിക്കില്ല, അല്ലെങ്കിൽ റഡാറിൽ തിരിയുന്ന സിഗ്നൽ മറ്റു ജീവികളുടേതാവാം. അതുകൊണ്ട് തന്നെ റഡാറിൽ പരിശോധന നടത്തുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പരിമിതികളുണ്ട്. തുടർന്ന് ഈ റഡാറിൽ കാണിക്കുന്ന സ്ഥലങ്ങളടക്കം ഈ പരിശോധിക്കണമെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത്
ഇത്തരത്തിൽ റഡാറിൽ കിട്ടുന്ന ഈ ഒരു സ്ഥലത്ത് തന്നെ ഇവിടെ കുഴിച്ചു നോക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ ദുസ്സഹമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ഒരു കെട്ടിടത്തിന്റെ താഴെയായിരിക്കാം ഇത്തരത്തിൽ റഡാറിന്റെ സിഗ്നൽ ലഭിക്കുക. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കുഴിക്കുക അല്ലെങ്കിൽ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുക എന്ന് പറയുന്നത് വലിയ ദുസ്സഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ബിൽഡിംഗ് അടക്കം താഴേക്ക് വീഴുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കെയർഫുള്ളായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ ഉണ്ടാകുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണുവാൻ സാധിക്കും. സൈന്യമടക്കം അല്ലെങ്കിൽ അവരെ സഹായിക്കുവാനുള്ള സന്നദ്ധ സേവകരടക്കം ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല മിലിറ്ററി ഫോഴ്സുകൾ ഇവിടെ നേരത്തെ തന്നെ ഇപ്പോൾ എത്തിയിരുന്നു. തുടർന്ന് പോലീസിന്റെ ഒരു സാഹചര്യം, പോലീസും ഇവിടെയുള്ള നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നു. മാത്രമല്ല ആർമിയുടെ ഇത്തരത്തിലുള്ള സ്നിപ്പർ ലോക്കുകൾ അടക്കം ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, ഇത്തരത്തിലുള്ള ലോക്കുകളെ കൊണ്ട് അവിടെ ഏതെങ്കിലും ജീവന്റെ സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ മറ്റ് മൃതദേഹങ്ങളുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കുന്ന സാധ്യതയുണ്ട്. ഒരു സാഹചര്യം കൂടി ഇവിടെ പരിശോധിക്കുന്നു. എന്തിനാൽ തന്നെയും 5 ദിവസമായി, ഇന്നേക്ക് 5 ദിവസമാകുന്നു. ഒരു സാഹചര്യത്തിൽ ജീവന്റെ കണിക ഉണ്ടോ എന്നുള്ളതിൽ ഇപ്പോൾ സംശയമാണ്. അത്തരത്തിലുണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള നിഗമനം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജീവനോടെ ലഭിച്ചില്ലെങ്കിലും അവരുടെ മൃതശരീരമെങ്കിലും പുറത്തെത്തിക്കുക, അല്ലെങ്കിൽ അത് പുറത്തെത്തിച്ച് ദഹിപ്പിക്കുക എന്നുള്ള, അല്ലെങ്കിൽ മറവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നടക്കം ഈ ഒരു പരിശോധന ആരംഭിക്കുന്നത്, അത്തരത്തിലുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്ത് പോയിരുന്നു. അതായത് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന്റെ തൊട്ട് താഴെയുള്ള കേന്ദ്രമാണ് പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം 60ഓളം വീടുകൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ 60ഓളം വീടുകൾ പൂർണ്ണമായും നശിച്ച ഒരവസ്ഥയാണ്. മാത്രമല്ല ഇവിടെ നിന്നും ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മൃതദേഹങ്ങളൊക്കെ കണ്ടുകിട്ടുന്നത് പലപ്പോഴും ഒരു കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നാണ്. ഒരു സാഹചര്യത്തിൽ ചാലിയാർ പുഴയിലടക്കം ഇന്നും ശക്തമായ പരിശോധന നടക്കും. വിവിധ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് ആ സാഹചര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ചൂരൽമലയടക്കമുള്ള, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നടക്കം കിട്ടുന്ന ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുമുണ്ട്. അതായത് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ, കയ്യോ കാലോ അത്തരത്തിലുള്ള ചില ഭാഗങ്ങൾ മാത്രമായി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, ഇവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് അടക്കമുള്ളത് തിരിച്ചറിയാൻ, അതായത് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഒരു സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ഈ ഒരു ഏകോപനം, അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഈ സൂചിപ്പാറ മേഖലയിൽ ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ അടിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് അതൊരു കാട് നിറഞ്ഞ പ്രദേശമാണ്. സൂചിപ്പാറയുടെ ഏറ്റവും മുകളിൽ തട്ടിലാണ്. ഒരു സാഹചര്യത്തിൽ ഈ കാട്ടിലേക്ക്, ഈ ഫോറസ്റ്റിലേക്ക് ഈ മൃതദേഹങ്ങൾ എത്തുവാൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യ ഒഴുകി എത്തുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇനി നടക്കുക, ഈ സൂചിപ്പാറ മേഖലകളിലടക്കം രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇന്ന് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഇവിടെ എത്തുമെന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം 8 മണിയോടുകൂടി തന്നെ ക്യാമ്പ് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, ഒരു സൂചനയാണ് അത്. അത്തരത്തിൽ അദ്ദേഹം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് ഈ ബെയിലി പാലം അടക്കം അദ്ദേഹം വന്ന് നിരീക്ഷിക്കുന്ന സാഹചര്യമുണ്ടാകും, ക്യാമ്പുകളൊക്കെ സന്ദർശിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. എന്തിനാൽ തന്നെയും കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ നിരവധി പേരാണ് വിവിധ മേഖലകളിൽ നിന്നും ഈ രക്ഷാപ്രവർത്തനത്തെ നോക്കിക്കാണുവാനും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് തങ്ങളെ സമീപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചത് ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് വേണ്ടത്. ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനമല്ല, അതല്ലാതെ ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് ഏറെ നമ്മൾ ശ്രമകരമായി ചെയ്യേണ്ടത് എന്നുള്ളതടക്കം അദ്ദേഹം പറയുന്നു. മാത്രമല്ല വിവിധ ആളുകൾ ഇവിടെ എത്തി സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഒരു വേലി പാലം നിർമ്മാണമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്
രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഊർജ്ജമേറിയത് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ കരുത്തേകിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഈ പാലത്തിലൂടെയാണ് ഇപ്പോൾ വിവിധ വാഹനങ്ങളടക്കം അപ്പുറത്തേക്ക് കിടക്കുന്ന ട്രക്ക് അടക്കം മറുവശത്തേക്ക് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ ഒരു ഇടപെടൽ അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ സൈന്യം വലിയ രീതിയിൽ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ സ്വാധീനിച്ചു എന്ന് വേണം നമുക്ക് പറയുവാൻ. 2 ദിവസം കൊണ്ടാണ് ഈ പാലം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഊണും ഉറക്കവുമില്ലാതെ നിർമ്മിച്ചിട്ടുള്ള പാലമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഊണും ഉറക്കവുമില്ലാതെ അദ്ദേഹം രാപ്പകലില്ലാതെ പണിയെടുത്തുകൊണ്ട് സൈന്യം നിർമ്മിച്ച ഒരു പാലം, ബെയിലി പാലം, അത്തരത്തിലുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം കൂടുതലായി പുരോഗമിക്കുന്നത്. മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം മേഖലകളിലാണ് കൂടുതലായി കഴിഞ്ഞ ദിവസം തെരച്ചിലുണ്ടായിരുന്നത്. തുടർന്ന് ഇത്തരത്തിൽ ചൂരൽമലയിലടക്കം താഴെ ഭാഗത്ത് ചൂരൽമലയിലടക്കം പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായി. ചൂരൽമല സ്കൂളിൻ്റെ സമീപത്തു നിന്നും, അതായത് വെള്ളിയാർമല എന്നും ഈ പ്രദേശത്തെ പറയും, ഈ പ്രാദേശികമായ പ്രദേശത്തെ പറയുന്ന വെള്ളിരിമല എന്നാണ്. ആ വെള്ളിരിമലയിലെ സ്കൂളിൻ്റെ സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു നിരീക്ഷണങ്ങൾ ഇവിടെ നടക്കുന്ന സാഹചര്യമുണ്ടായി. ഇനിയും നമുക്ക് രക്ഷാപ്രവർത്തനം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവനുകൾ ഇനി ഉണ്ടോ എന്നുള്ളതിൽ വലിയ രീതിയിലുള്ള ഒരു സംശയമുണ്ട്. അതായത് ജീവനില്ലെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുക, ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ ഈ ക്യാമ്പിലുണ്ടാകാം, അത്തരത്തിൽ ആ ബന്ധുക്കൾക്ക് ഇത്തരത്തിൽ ഈ മൃതദേഹം ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ നൽകുക, അവർക്ക് വേണ്ടി കൂടുതലായി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഇനി സൈന്യത്തിൻ്റെയും മറ്റ് റെസ്ക്യൂ പ്രവർത്തകരുടെയും മുൻപിലുള്ളത്. ക്യാമ്പിലുള്ളവർക്ക് നിരവധി പേർ ഇപ്പോൾ ക്യാമ്പിൽ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇവർക്ക് ഇനി മുൻപോട്ട് പോകേണ്ട കാര്യങ്ങളാണ് ഇനിയും നോക്കേണ്ടത്. അതായത് എത്തരത്തിലാണ് ഇവരെ അതിജീവിപ്പിക്കുക, അല്ലെങ്കിൽ എത്തരത്തിലാണ് ഇവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതടക്കം തീരുമാനിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ല. എന്നാൽ കൂടുതലായി ഈ ഒരു സമയത്ത് ഈ തെരച്ചിലിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. ആ തെരച്ചിലിന് പ്രാധാന്യം നൽകുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളടക്കം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഈ ഒരു ക്യാമ്പിലുള്ളവർ എന്താണ് ചെയ്യുക, അതായത് തങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു, തിരച്ചിൽ 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 338 മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ഥിരീകരിച്ചിരിക്കുന്ന കണക്കുകൾ മാത്രമാണിത്. സ്ഥിരീകരിക്കാത്ത മരണനിരക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ മരണനിരക്ക് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യവും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഇന്ന് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അടക്കം അവിടെ എത്തി ദുരന്തഭൂമി സന്ദർശിക്കും. ക്യാമ്പുകളിലടക്കം അദ്ദേഹം എത്തും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്.